നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. അതിവേഗ റെയിൽപാതയുടെ സ്വപ്നങ്ങളുമായി വന്ന് കടവല്ലൂർ പഞ്ചായത്ത് മൈതാനത്തിറക്കി വെച്ച മഞ്ഞക്കുറ്റികൾക്ക് ഇപ്പോൾ പ്രായം 4. നാടിനെ കീറി മുറിക്കാനെത്തിയ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയെങ്കിലും മൈതാനത്തിന്റെ മൂലയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന ഈ കോൺക്രീറ്റ് തൂണുകൾ അധികൃതരുടെ അനാസ്ഥയുടെ സ്മാരകമായി മാറുന്നു. 2021-22 കാലയളവിൽ സിൽവർ ലൈൻ സർവേക്കായി വലിയ ആവേശത്തോടെയാണ് ലോറിക്കണക്കിന് കുറ്റികൾ ഇവിടെ ഇറക്കിയത്. എന്നാൽ പദ്ധതിക്കെതിരെ ജനരോഷം ആഞ്ഞടിക്കുകയും ഒടുവിൽ സർക്കാർ പിന്മാറുകയും ചെയ്തതോടെ ഈ കുറ്റികൾ ആർക്കും വേണ്ടാതായി. മൈതാനത്തിന്റെ ഒരു ഭാഗം കുറ്റികൾ കൈയടക്കിയതോടെ കുട്ടികൾക്കും കായിക താരങ്ങൾക്കും ഓടിക്കളിക്കാൻ ഇടമില്ലാതായി. രാത്രികാലങ്ങളിൽ മൈതാനത്തെത്തുന്നവർക്ക് ഇവ വലിയൊരു കെണിയായി മാറിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച കോൺക്രീറ്റ് തൂണുകൾ വെയിലേറ്റും മഴ നനഞ്ഞും നശിക്കുകയാണ്. പൊതുമുതൽ ഇങ്ങനെ നശിക്കുമ്പോഴും ഇത് നീക്കം ചെയ്യാൻ കേരയിൽ അധികൃതരോ പഞ്ചായത്തോ തയ്യാറാകുന്നില്ല. പദ്ധതി ഉപേക്ഷിച്ച സാഹചര്യത്തിൽ കുറ്റികൾ ലേലം ചെയ്യാനോ മറ്റ് നിർമ്മാണാവശ്യങ്ങൾക്കായി വിനിയോഗിക്കാനോ സാധിക്കുമായിരുന്നു. എന്നാൽ വർഷങ്ങൾ 4 കഴിഞ്ഞിട്ടും നടപടിയായിട്ടില്ല. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NMK നബീലിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KR സന്തോഷ് 2026-27 വർഷത്തേക്കുള്ള വിവിധ ഫണ്ടുകളെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾ കൺവീനർമാരുടെ നേതൃത്വത്തിൽ അടുത്ത വർഷത്തേക്ക് തയ്യാറാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ബിനോജ് നന്ദി പറഞ്ഞു. തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനന്യ സമേതം കുട്ടികൾക്കായുള്ള ജെൻഡർ തുല്യത അവബോധ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ സുചിത്ര, അപർണ എന്നിവർ ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകി. കോട്ടപ്പടി RCUP സ്കൂളിന്റെ 138-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപകൻ റോബിൻ CF, ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ ഷീന റാഫേൽ, PTA പ്രസിഡന്റ് സെബി താണിക്കൽ, MPTA പ്രസിഡന്റ് അനീന റോബിൻ, പള്ളി ട്രസ്റ്റി സോണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബെത്ത് എക്സലോ സമ്മാനദാന ചടങ്ങ് നടത്തി. സ്കൂൾ തലത്തിൽ നടന്ന മത്സരങ്ങളുടെ സമ്മാനദാന ചടങ്ങാണ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OSയുടെ അധ്യക്ഷതയിൽ നടന്നത്. സ്കൂൾ ലീഡർ ജുവിൻ ബിജു സ്വാഗതം പറഞ്ഞ ചടങ്ങ് കുന്നംകുളം മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പാരന്റുമായ ആർഷ ജിജു ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രിൻസിപ്പാൾ ഫാദർ മത്തായി OIC വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC, PTA പ്രസിഡന്റ് ഷമീർ PK എന്നിവർ സംസാരിച്ചു. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.